നട്ടുച്ച നേരത്ത് വനത്തിലൂടെയുള്ള യാത്രയാണ് കേട്ടോ. ഇടുക്കി വനത്തിലൂടെയുള്ള യാത്രയാണ്. അതുകൊണ്ട് വാഹനങ്ങളൊക്കെ ലൈറ്റിട്ടാണ് വരുന്നത്. എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഭയങ്കര ശരിക്കും പറഞ്ഞാൽ നല്ല മഞ്ഞുള്ളൊരു സമയമാണ് കേട്ടോ. അപ്പോൾ വനത്തിലൂടെയുള്ള യാത്രയിൽ വനത്തിലൊക്കെ നല്ല മഞ്ഞാണ് കേട്ടോ. അപ്പോൾ നമ്മളിങ്ങനെ യാത്ര ചെയ്യുന്ന പല സ്ഥലങ്ങളിലും നമുക്ക് നല്ല മഞ്ഞുണ്ട്. തൊട്ടടുത്ത് വന്നാൽ മാത്രമേ അറിയത്തുള്ളൂ. ഇത് കുളമാവിൻ്റെ കെട്ടിലേക്ക് നമ്മൾ കയറുകയാണ് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ നല്ല മഞ്ഞുണ്ട്. കുറച്ചുകൂടെയൊക്കെ മഞ്ഞ് ഇവിടെ കാണുന്നതാണ്. നേരത്തെയൊക്കെ അപേക്ഷിച്ച് നോക്കുമ്പോൾ കുറവാണ്. പക്ഷേ നമുക്ക് ഇവിടെ നിന്ന് താഴോട്ട് നോക്കി കഴിയുമ്പോൾ ഇടുക്കി ഡാമിൽ വെള്ളം കിടക്കുന്നതൊക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇപ്പോൾ നമുക്ക് ഒന്നും കാണാൻ സാധിക്കുന്നില്ല. ശരിക്കും മഞ്ഞ് മാത്രമേ ഉള്ളൂ കേസ്. അപ്പോൾ നമ്മളിങ്ങനെ മുന്നോട്ട് പോകണം കേട്ടോ. മഞ്ഞൊക്കെ ഉള്ളൂ. അപ്പോൾ നമ്മൾ ഈ മഞ്ഞ് കാരണമാണ് ശരിക്കും ഈ വാഹനങ്ങളെല്ലാം ഇങ്ങനെ ലൈറ്റ് ഇട്ട് വരുന്നത് കേട്ടോ. അല്ലെങ്കിൽ ചിലപ്പോൾ തൊട്ടടുത്ത് വന്നതിന് ശേഷം മാത്രമേ എന്നാലും നമുക്ക് പല ഭാഗങ്ങളിലും കാണാനായിട്ടൊക്കെ സാധിക്കുന്നുള്ളൂ കേട്ടോ. ഈ റോഡിലൂടെ ഇങ്ങനെ സഞ്ചരിക്കുമ്പോഴത്തേനും നമ്മൾ വളരെ സ്പീഡ് കുറച്ചൊക്കെ പോകേണ്ടതാണ് കേട്ടോ. അല്ലെന്നുണ്ടെങ്കിൽ ശരിക്കും പറഞ്ഞാൽ വണ്ടി സ്കിഡാനൊക്കെയുള്ള സാധ്യതകളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ ഈ റോഡിൽ ഒരു കാരണവശാലും വാഹനങ്ങൾ നിർത്തി ഇറങ്ങാൻ പാടില്ല. വന്യമൃഗങ്ങൾ വരും എന്നുള്ളതല്ല കാരണം. ഇവിടെ ഈ തോട്ടപ്പുഴു എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട് കേസ്. അത് നമ്മുടെ കാലയിലൊക്കെ കയറി മൊത്തം കുളമാകും കേട്ടോ. അപ്പോൾ നമ്മൾ തിരിച്ചു വരുന്ന ഒരു ഭാഗത്തെ വീണ്ടും നമ്മൾ എടുത്തിരിക്കണം. ഇടുക്കി കളക്ടറേറ്റിൻ്റെ ആ ഭാഗമാണിത്. അപ്പോൾ ശരിക്കും നമ്മൾ ഇവിടുന്ന് പൈനാവിലേക്കുള്ള യാത്രയാണ് കേട്ടോ. തിരിച്ചു വരുന്ന സമയമാണ്. നമ്മൾ ഉച്ചയ്ക്ക് 12 മണിയുടെ സമയത്തെ വീഡിയോ എടുത്തു. അതുപോലെ തന്നെ വൈകുന്നേരം 5 മണിക്ക് നമ്മൾ പൈനാവിൽ വന്നു കഴിഞ്ഞാൽ പൈനാവിലെ കാലാവസ്ഥയാണ് ഈ കാണുന്നത് കേസ്. ശരിക്കും പറഞ്ഞാൽ ഭയങ്കര വ്യത്യാസം. രാവും പകലും പോലുള്ള വ്യത്യാസമാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. ഇതാണ് കേട്ടോ ഇടുക്കി പൈനാവ്.